നമ്മുടെ സ്വന്തം മമ്മൂസ്, 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 താരങ്ങൾക്കും താരം, ലാളിത്യത്തിൻ താരം, നാടിൻ ജീവസ്പന്ദം, മാണിക്യപ്പൊൻ കിരണം, അഴകിൻ നിത്യവസന്തം, നിറവിൻ പൗരുഷ ചിത്രം, നിറനന്മകളുടെ സൂര്യൻ, പിറയിൽ തെളിയും ചന്ദ്രൻ, തൊഴുകൈയിൽ മുട്ടുകൾ കൂപ്പും വിനയത്തിൻ സ്വരൂപം, ഹൃദയം മുഴുവൻ സ്നേഹം, വലിവിൻ സാഗരഗീതം. സ്വപ്നം നമുക്കു മാത്രം സ്വന്തം, തലമുറകൾ തൻ ധ്യാനം, കാലത്തിൻ വരദാനം, കാലത്തിൻ വരദാനം, കാലത്തിൻ വരദാനം. താരങ്ങൾക്കും താരം, ലാളിത്യത്തിൻ താരം, നാടിൻ ജീവസ്പന്ദം, മാണിക്യപ്പൊൻ കിരണം, അഴകിൻ നിത്യവസന്തം, നിറവിൻ പൗരുഷ ചിത്രം, നിറനന്മകളുടെ സൂര്യൻ, പിറയിൽ തെളിയും ചന്ദ്രൻ, തൊഴുകൈയിൽ മുട്ടുകൾ കൂപ്പും വിനയത്തിൻ സ്വരൂപം, ഹൃദയം മുഴുവൻ സ്നേഹം, മലിവിൻ സാഗരഗീതം. നമ്മുടെ മാത്രം സ്വപ്നം നമുക്കു മാത്രം സ്വന്തം, തലമുറകൾ തൻ ധ്യാനം, ധ്യാനം, കാലത്തിൻ വരദാനം, ദാനം, ദാനം, ദാനം. നമ്മുടെ സ്വന്തം മമ്മൂസ്. കളിപ്പാട്ടങ്ങളുടെ തോഴനാണ് മമ്മൂട്ടി. വെറും കളിപ്പാട്ടങ്ങളല്ല, ഏറ്റവും ആധുനികമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വേഗതയുടെയും യുവത്വത്തിൻ്റെയും പ്രതീകങ്ങൾ. യുവത്വത്തിൻ്റെ ഈ രഥവേഗങ്ങളോടാണ് മമ്മൂട്ടിക്ക് എന്നും പ്രിയം. എന്നും കാലത്തോടൊപ്പം കളിച്ചു നടക്കുന്ന യുവാവ്, യങ് ജനറേഷൻ്റെ ഒരു ഫാഷൻ എൻസൈക്ലോപീഡിയ.
Ta-na-na-na-na-na. Ta-na-na-na-na-na-na. Ta-na-na-na-na-na-na-na. Ta-na-na-na-na-na. 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 Ta-na-na. Ta-na-na-na-na-na. 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 Ta-na-na-na-na. Ta-na. Ta-na-ta-na-na-na. Ta-na-na-na-na. Ta-na-na-na-na-na. Ta-na. Ta-na-na. 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 Ta-na-na-na-na. Ta-na-na-na-na. Ta-na. Ta-na-na. Ta-na na-na-na-na. Ta-na-na-na-na. Ta-na-na-na-na. Ta-na-na-na. Ta-na-na-na-na. Ta-na-na-na. Ta-na-na-na-na. Ta-na-na-na. Ta-na-na-na-na. Ta-n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 a. Ta-na. Ta-na-na. 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 Ta-na-na-na-na. Ta-na-na-na-na. Ta-na. Ta-na-na. Ta-na na-na-na-na. Ta-na-na-na-na. Ta-na-na-na-na. നമ്മുടെ സ്വന്തം മമ്മൂസ്. ഓരോ സിനിമയുടെ വിജയത്തിനു പിന്നിലും പ്രേക്ഷകരാണ്. പ്രേക്ഷകരുടെ മനസ്സിലാണ് കഥാപാത്രങ്ങൾ അനശ്വരമാകുന്നത്. പുതിയ തലമുറയാണ് മമ്മൂട്ടിയുടെ ആരാധകരിൽ ഭൂരിപക്ഷവും. പുരുഷന്മാരാണ് സ്ത്രീകളാണ്? സ്ത്രീ പുരുഷന്മാരാണ്, കുട്ടികളാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ ചെറുപ്പക്കാരാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട്. നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ കാണാമല്ലോ, മറ്റേ വെൽബോട്ടം ബാൻഡേര ഒരുപാടുണ്ടാവും അല്ലേ, ചെറിയ കുട്ടികളാവും. ഒരു 15-നും 25-നും വയസ്സിനടുക്ക ആൾക്കാർ ഇപ്പോൾ കൂടുതൽ ആദ്യ ദിവസങ്ങളിൽ സിനിമ കാണുന്നത്. അവർക്കാണ് ഇടിച്ച് കയറി കാണുന്നത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ടിക്കറ്റ് മെനക്കെട്ട് പോകും. കുറച്ചുകൂടെ ഒന്ന് റിലാക്സ്ഡ് ആയി തിരക്കൊക്കെ ഒഴിഞ്ഞതിന് ശേഷമല്ലേ ബാക്കിയുള്ളവർ പോകും. ജനങ്ങളുടെ സ്നേഹമില്ലേ, അത് തന്നെയാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ഞാൻ പറയുന്നത്, സ്നേഹം കൊണ്ടാണ് അവർ സിനിമ കാണാൻ വരുന്നത്. സിനിമ കാണാൻ വരുമ്പോൾ അവർ പൈസ കൊടുത്തല്ലേ കാണിക്കുന്നത്. ആ സ്നേഹം നമുക്ക് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. എൻ്റെ ഒരു ഈ പറഞ്ഞ ബലമെന്ന് പറയുന്നത്, ഞാൻ എന്ത് കാണിച്ചപ്പോഴും എങ്ങനെ അഭിനയിച്ചപ്പോഴും എന്നെ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരില്ലേ, ഐ ട്രസ്റ്റ് ദം മോർ. നമ്മുടെ സ്വന്തം മമ്മൂസ്. ചെന്നൈ നഗരം സിനിമയുടെ നഗരമാണ്. സിനിമയുടെ ചരിത്രം നഗരങ്ങളിൽ നിന്നും തുടങ്ങുന്നു, നഗരങ്ങളിൽ അവസാനിക്കുന്നു. ഈ നഗരത്തിനുള്ളിലും കേരളത്തിൻ്റെ പച്ചപ്പും വാസ്തുശില്പ ഭംഗിയും സ്വപ്നം കാണുവാൻ
മമ്മൂട്ടിയെപ്പോലൊരു നടൻ മറക്കുന്നില്ല. സ്വപ്നം മാത്രമല്ല, യാഥാർത്ഥ്യവുമാണത്. ഈ കവാടം മമ്മൂട്ടിയുടെ ഉള്ളിലെ നൊസ്റ്റാൾജിയയിലേക്കുള്ള കവാടമാണ്. പൂക്കളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ മുന്തിരിവള്ളികൾ ആലിംഗനം ചെയ്യുന്ന ഡ്രീം ഹൗസ്. കേരളീയ വാസ്തുശില്പകലയുടെ പ്രതീകങ്ങൾ നിറഞ്ഞ ഇന്റീരിയർ ഒരു നിമിഷം മലയാളിയുടെ ബാല്യകാല സ്മൃതികളെ തൊട്ടുണർത്തുന്നു. ഈ വീട്ടിലേക്ക് കിളികൾക്ക് പറന്നുവരാം, കൂടുകൂട്ടാം. ചില്ലുജനാലകളിലൂടെ വെളിച്ചത്തിനും സ്വാഗതം. വെയിൽ വീണുകിടക്കുന്ന ഇടനാഴികൾ, വെയിലിനെ പുണരുന്ന ചിത്രത്തൂണുകൾ, ചുവർച്ചിത്രങ്ങൾ.
ഈ അന്തരീക്ഷം നമ്മെ എന്തോ ഓർമ്മിപ്പിക്കുന്നില്ലേ? MT കഥകളിലെ വള്ളുവനാടൻ റോയൽ ഹൗസുകളുടെ വർണ്ണവും വെളിച്ചവും നാം ഇവിടെ കണ്ടുമുട്ടുന്നു. MTയുടെ അവിസ്മരണീയമായ കഥാപാത്രങ്ങൾക്ക് ചോരയും നീരും നൽകിയ ഒരു അഭിനയ പ്രതിഭയുടെ ഡ്രീം ഹൗസ് ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നമ്മുടെ സ്വന്തം മമ്മൂസ്. നമ്മുടെ നാടിന്റെ പേരും പെരുമയും ചരിത്ര താളിൽ എഴുതി ചേർത്ത നാടിന്റെ പൊന്നോമന പുത്രൻ, കൈരളിയുടെ നായകൻ പത്മശ്രീ ഭരത് മമ്മൂട്ടിയെ ശതാബ്ദി ആഘോഷം വളരെ വളരെ ഹൃദയം നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ, ശാന്തി, സമാധാനത്തിന്, സമൃദ്ധിയുടെ ഒരു വർഷം കൂടെ ഉണ്ടാവട്ടെ എന്ന് എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. ഞാനിവിടെ കുറേ കാലം മുമ്പൊരു വിദ്യാർത്ഥിയായിരുന്ന ആളാണ്. ഞാൻ പഠിക്കുമ്പോൾ കുലശേഖരമംഗലം സ്കൂളെന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് കൂട്ടുമേ സ്കൂളെന്നാണ് പറഞ്ഞത്. എന്നെ പഠിപ്പിച്ച മാസ്റ്റർമാരും ഇവിടെ ഇല്ല. ഞാൻ തന്നെ റിട്ടയർ ആകാറായി. അതുതന്നെ മാസ്റ്റർമാരൊക്കെ പലരും റിട്ടയർ ആയിപ്പോയി. ഞാനിപ്പോൾ മേരിക്കുട്ടി ടീച്ചറെ, നല്ല ടീച്ചറൊക്കെ ഇവിടെ കണ്ടിരുന്നു. ഒരുപാട് പേരെ ഓർക്കാനുണ്ട്, ഒരുപാട് ഓർമ്മകളുണ്ട്. 3 വർഷം 8, 9, 10 3 ക്ലാസ് ഞാൻ ഇവിടെ പഠിച്ചിരുന്നു. ഒരുപാട് ഓർമ്മകളുണ്ട്. ഈ സ്കൂളിൻ്റെ വരാന്തകളും ഈ സ്കൂളിൻ്റെ ഭിത്തികളും ഈ പിന്നിൽ കാണുന്ന ഈ നീണ്ട പറമ്പും ഒക്കെ ഒരുപാട്. ഇവിടെയൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതൊക്കെ ചെറിയ കാടുകളുണ്ടായിരുന്നു. സിനിമ കണ്ടിട്ടൊന്നും ഞാനും സ്നേഹിതന്മാരും കൊണ്ട് സിനിമയിലെ സ്റ്റണ്ടും വാൾപ്പേറ്റും ഒക്കെ ഇവിടെ അഭിനയിച്ചാണ്. ഇവിടെ പക്ഷേ ഇവിടുത്തെ കലാപ്രവർത്തനങ്ങളിലോ കലാപരിപാടികളിലോ ഒന്നും പങ്കെടുക്കാനുള്ള ധൈര്യമോ കഴിവോ അല്ലെങ്കിൽ അന്നൊന്നും എനിക്കില്ലായിരുന്നു. വളരെ ചെറിയ കുട്ടിയാണ്. അന്നത്തെ കാലത്ത് ഇന്ന പോലെ ഇല്ല. എല്ലാ കുട്ടികൾക്കും ഒരു പ്രായമില്ല, പലർക്കും പല പ്രായമാണ്. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മീശക്കാരൊക്കെ ഉണ്ടായിരുന്നു. മീശ വെച്ചാൽ എന്നെ പേടിപ്പിക്കുന്ന എൻ്റെ ക്ലാസ്മേറ്റ്സ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പോലെ മത്സരിച്ചുള്ള അഭ്യാസനമൊന്നും അന്നില്ലല്ലോ. എങ്ങനെയെങ്കിലുമൊക്കെ 10-20 വയസ്സ് വരെയൊക്കെ പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഒരുതരം ഒരുപാട് ഗരുഡന്മാരുടെ ഇടയിൽ ഒരു കൊതുകായിരുന്നു. ഓർമ്മകൾ ഓർക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പലരും പല തരത്തിലും മഹാന്മാരായിട്ടുണ്ട്. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം തന്നെ. നമ്മത്ത് സാറാണ് ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ. ചൂരലുമായിട്ട് നടക്കുമ്പോൾ അദ്ദേഹം വളരെ മെലിഞ്ഞ ഒരാളാണ്. 2 ചൂരൽ വരുന്ന പോലെ തോന്നും. അപ്പോൾ അതുപോലെ സുലൈമാൻ മാസ്റ്റർ, നമ്മുടെ സുലൈമാൻ സാർ, നമ്മളൊക്കെ ഇന്ന് മാഷന്മാരെന്നല്ല വിളിക്കുന്നത്. ഇന്ന് ഇവിടെയൊക്കെ സാറേ, ഇപ്പോഴും സാറാണെന്ന് തോന്നുന്നു. സാറെന്നാണ് വിളിക്കുന്നത് പഠിപ്പിക്കുന്ന ആൾക്കാരെ. അധ്യാപികമാരെയും സാറ് തന്നെ വിളിക്കുന്നത്. ഇപ്പോൾ ഒരു സാറ് വന്ന് പണ്ടെനിക്ക് മാറിപ്പോയി സാറമ്മ സാറിന് വരെ വന്ന് സാറാണ് സാറേ എന്നൊക്കെ ചോദിച്ചു. ഒരുപാട് ഓർമ്മയുണ്ട്. ഒരുപാട് പേരെ ഓർക്കാനുണ്ട്. ആരെയും ഞാൻ മറന്നിട്ടല്ല. പക്ഷെ എല്ലാവരെക്കുറിച്ചും എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും പറയാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് ആരെയും പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയുന്നു. ഒരുപാട് പരിചയമുള്ള മാറ്റങ്ങൾ ഒരുപാടുണ്ടായെങ്കിൽ തന്നെ പല ആളുകളുടെയും മുഖവും പേരും എല്ലാം എനിക്ക് നല്ലവണ്ണം തിരിച്ചറിയാം. ആരെയും ഞാൻ അറിയാതിരിക്കുകയോ മനസ്സിലാക്കാതിരിക്കുകയോ അല്ല. ഈ ആൾക്കൂട്ടത്തിൽ ഞാൻ ഒരാളെ മാത്രം എടുത്തു പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വിഷമമാകും. എനിക്ക് എല്ലാവരും അറിയാം. മണിയപ്പനെയൊക്കെ നല്ല ഓർമ്മയുണ്ട്. ആരെയും പേര് അങ്ങനെ ഓർമ്മയില്ലാണ്ട് തന്നെ എൻ്റെ അധ്യാപകരെയും എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരെയും എൻ്റെ മുമ്പേ പഠിച്ചു പോയവരെയും ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ബാബു എന്ന് പറഞ്ഞൊരാളാണ്. പക്ഷേ അയാളുടെ പരിപൂർണമായ പേര് വിശ്വേശ്വര ബാബു പണിക്കരുത്. അയാളോട് നിൽക്കുന്ന ഞാൻ കണ്ടു. അയാളെന്നെ കണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരുപാട് പേര്, ഒരുപാട് ഓർമ്മകളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയട്ടെ കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഓർമ്മകൾ പങ്കിടാനുണ്ട്. പക്ഷെ അതിനൊക്കെ ഇനി ഒരു അവസരത്തിലാകട്ടെ. ഇത് നമ്മുടെ
വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇവിടുത്തെ പഠിച്ചവരും ഇവിടെ പഠിക്കുന്നവരും ഇനി പഠിക്കാൻ പോകുന്നവരും ഇവിടെ പഠിപ്പിക്കുന്നവരുമായി ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ഈ നാടിൻ്റെയും നാട്ടുകാരുടെയും ഇവിടുത്തെ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഒക്കെ വളരെ ഓർമ്മിക്കേണ്ട ഒരു ദിവസമാണ് ഈ വിദ്യാലയത്തിന് ഈ വിദ്യാലയ മുത്തശ്ശന് 100 വയസ്സ് തികയുന്ന ഈ അവസരത്തിൽ. അത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാൻ തന്നെ പഠിച്ച വിദ്യാലയത്തിൻ്റെ 100ാം വാർഷികത്തിന് ഞാൻ അതിൻ്റെ എല്ലാ പരിപാടികളും എന്ത് പരിപാടിയായിട്ട് ഉദ്ഘാടകനായി എത്തുക എന്നുള്ളത്, അങ്ങനെ ഒരുപാട് സൗഭാഗ്യങ്ങൾ എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇതുപോലെ ഇനി ഒരു കാരണം ഇതുപോലെ ഒരുപക്ഷെ സിനിമയിലൊക്കെ നിങ്ങൾ കാണുന്ന സിനിമയിൽ പരിചയമുള്ള ആളാണെങ്കിൽ തന്നെ ഞാൻ ഈ സ്ഥലവും കാലവും ഒക്കെ വിട്ടിട്ട് ഒത്തിരി കാലമായി. ഇങ്ങനെ ഒരു അവസരത്തിലില്ലാതെ ഇതുപോലൊരു സാഹചര്യത്തിലില്ലാതെ എനിക്കൊരു പക്ഷേ നിങ്ങളെല്ലാം കാണുമെന്ന് സംസാരിക്കാനോ അഭിമുഖീകരിക്കാനോ സാധിച്ചൊന്നുമില്ല. അതിനും തീർച്ചയായിട്ടും ഞാൻ പഠിച്ച വിദ്യാലയം തന്നെ ഒരു കാരണമാകുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ എല്ലാവരും ഇവിടെ പറഞ്ഞ പോലെ ഞാൻ ഈ കലാലയത്തിൻ്റെ ഒരു അഭിമാനമാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എൻ്റെ കുഞ്ഞനിയന്മാരുടെ ചെറിയൊരു അപേക്ഷ, എൻ്റെ അഭിമാനമായി തീരണം നിങ്ങൾ. ഞാൻ പഠിച്ച സ്കൂളിൽ പഠിച്ചവരാണ് നിങ്ങൾ എന്ന് എനിക്ക് പറയാവുന്ന തരത്തിൽ മഹാന്മാരായി തീരുക എന്ന് അപേക്ഷിച്ചു. വൈക്കത്തിനടുത്ത് ചെമ്പിലെ താൻ പഠിച്ച സ്കൂളിൻ്റെ ശതാബ്ദി ചടങ്ങിൽ ബാല്യകാല സ്മൃതികൾ അയവിറക്കുന്ന മമ്മൂട്ടിയെയാണ് നാം കണ്ടുമുട്ടുന്നത്. മമ്മൂട്ടിയുടെ സാന്നിധ്യമുള്ള പൊതുചടങ്ങുകൾ ഇന്ന് കേരളത്തിൽ സജീവമാണ്. വൻ ജനശ്രദ്ധയാകർഷിക്കുന്ന ഈ ചടങ്ങുകളിൽ മമ്മൂട്ടി മികച്ച പ്രാസംഗികനായാണ് പ്രത്യക്ഷപ്പെടുന്നത്. തന്നെക്കുറിച്ച് മാത്രമല്ല, തൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും തികഞ്ഞ ബോധമുള്ള ഒരു സാമൂഹിക നിരീക്ഷകൻ. ഓരോ വാക്കും സൂക്ഷ്മബുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്ന മിതഭാഷി. ഒരു നടനായി പ്രശസ്തിയുടെ ഉയരങ്ങളിൽ ഇരിക്കുമ്പോഴും സ്വന്തം സമൂഹത്തോട് പ്രതിജ്ഞാബദ്ധനാണ് മമ്മൂട്ടി. ഈ കമ്മിറ്റ്മെന്റാണ് കേരളത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മമ്മൂട്ടിയെ വളർത്തിയത്. നമ്മുടെ സ്വന്തം മമ്മൂസ്.
മൂവി ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങും മുമ്പേ മമ്മൂട്ടി എന്ന അഭിനേതാവ് ജാഗരൂകനാകുന്നു. മമ്മൂട്ടി എന്ന അഭിനേതാവിൻ്റെ ഓരോ ചലനവും ഇന്ന് മലയാള സിനിമയുടെ ഹൃദയസ്പന്ദനങ്ങളാണ്. സംവിധായകനും ഛായാഗ്രാഹകനും മമ്മൂട്ടി എന്ന അഭിനയ പ്രതിഭയുടെ ജീനിയസിൽ നിന്നും ഉതിർന്നു വീഴുന്ന ഓരോ മുഹൂർത്തവും തികഞ്ഞ ഏകാഗ്രതയോടെ ഒപ്പിയെടുക്കുന്നു. ഒരു കഥാപാത്രം രൂപം കൊള്ളുകയാണ്. ഒരു പ്രമേയത്തെ, ഒരു സിനിമയെ വിജയത്തിലെത്തിക്കുന്ന കേന്ദ്രശക്തിയാണ് അദ്ദേഹം. ഓരോ ചലനവും പ്രധാനം. കഥയുടെ അടിയൊഴുക്കുകളെ കൂട്ടിയിണക്കുന്ന നായക കഥാപാത്രത്തിൻ്റെ ജോലി ഭാരിച്ചതാണ്. ആൾക്കൂട്ടത്തിൽ നിന്നുകൊണ്ട്, ചുറ്റുപാടുകൾ മറന്നുകൊണ്ട് അയാൾ പ്രവർത്തിക്കുകയാണ്. അതെ, സൂചിയിൽ നൂല് കോർക്കുന്ന ഏകാഗ്രതയോടെ മമ്മൂട്ടി എന്ന നടൻ ഒരു കഥാപാത്രത്തിന് ജന്മം കൊടുക്കുകയാണ്. ആക്ഷൻ സീനുകളാകട്ടെ, വൈകാരിക മുഹൂർത്തങ്ങളാകട്ടെ, ഓരോ ഷോട്ടും പൂർണ്ണതയിലെത്തിക്കുവാൻ മമ്മൂട്ടി തികഞ്ഞ ജാഗ്രതയാണ് പുലർത്തുന്നത്. പരിചയസമ്പന്നരായ ചലച്ചിത്ര പ്രവർത്തകർക്കും നവാഗതർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ് സിനിമയോടുള്ള മമ്മൂട്ടിയുടെ കമ്മിറ്റ്മെൻറ്റ്. മുന്നൂറിലധികം കഥാപാത്രങ്ങളുടെ ഉള്ളറിഞ്ഞ അഭിനയത്തിൻ്റെ ഈ പെരുന്തച്ഛന് ഓരോ ഉളിപ്പാടും പ്രധാനമാണ്.
മമ്മൂട്ടിയോടൊപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർക്ക് അനുഭവിച്ചറിയാവുന്നതാണ് മമ്മൂട്ടിയുടെ ജാഗ്രതയും പരിചയസമ്പത്തും. ഓരോ ഷോട്ടും അദ്ദേഹം തികഞ്ഞ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നു. ഓരോ ക്യാമറ ആംഗിളും പരിശോധിക്കുവാൻ അദ്ദേഹം സമയം കണ്ടെത്തുന്നു. പരിപൂർണതയ്ക്കു വേണ്ടി മമ്മൂട്ടി വീണ്ടും വീണ്ടും യത്നിക്കുകയാണ്. നിരവധി സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകർക്കും ഒരു നവാഗത സംവിധായകനും മമ്മൂട്ടിയുടെ ഈ ജാഗ്രത, ഈ ഏകാഗ്രത ഒരു സന്ദേശം കൈമാറുകയാണ്. സിനിമ കൂട്ടായ പ്രവർത്തനത്തിൽ നിന്നുമാണ് ഉരുത്തിരിയുന്നത്. നമ്മുടെ സ്വന്തം മമ്മൂസ്. മലയാള സിനിമയിലെ ആധുനിക നായക സങ്കല്പത്തിൻ്റെ വളർച്ച മമ്മൂട്ടി എന്ന താരത്തിൻ്റെ കൂടി വളർച്ചയാണ്. 90കൾ ഇന്ത്യൻ സിനിമയിൽ മാറ്റത്തിൻ്റെ കാലഘട്ടമായിരുന്നു. പുതിയ അഭിരുചികളും വസ്ത്രസങ്കല്പങ്ങളുമായി പുത്തൻ തലമുറ കടന്നു വന്ന കാലം. സ്വാഭാവികമായും സിനിമയിലെ നായക സങ്കല്പത്തെ ഈ കാലഘട്ടം മാറ്റിമറിച്ചു. മാറ്റങ്ങളുടെ ഈ വൻ തരംഗത്തെ തൻ്റെ സർഗസിദ്ധി കൊണ്ടും അഭിനയശേഷി കൊണ്ടും മമ്മൂട്ടി അതിജീവിച്ചു. പുതിയ കാലഘട്ടത്തിൻ്റെ വേഗവും ഊർജ്ജസ്വലതയും ആവശ്യപ്പെടുന്ന കഥാപാത്രങ്ങൾക്ക് മമ്മൂട്ടിയുടെ ശരീരഭാഷ വ്യത്യസ്തമാനം നൽകി. കാലത്തിനനുസരിച്ച് തൻ്റെ ശരീരഭാഷയെ വഴക്കിയെടുക്കുന്ന തികച്ചും ആധുനികമായ മനസ്സ് മമ്മൂട്ടിയുടെ മാത്രം പ്രത്യേകതയാണ്.
നമ്മുടെ സ്വന്തം മമ്മൂസ്. മമ്മൂട്ടി ഹിറ്റ് പരേഡ്. തുടർച്ചയായി 7 സിനിമകൾ ഹിറ്റാക്കിയ മമ്മൂട്ടിക്ക് ദുബായ് ഫാൻസ് അസോസിയേഷനാണ് സ്വീകരണമൊരുക്കിയത്. ഒരു ഇന്ത്യൻ താരത്തിനും ഇന്നുവരെ ലഭിക്കാത്ത ആവേശകരമായ സ്വീകരണമാണ് മമ്മൂട്ടിക്ക് ഈയിടെ ദുബായിൽ ലഭിച്ചത്. രാജകീയമായ വരവേൽപ്പാണ് മമ്മൂട്ടിക്ക് ദുബായിൽ ലഭിച്ചത്. ഇന്ത്യക്ക് പുറത്തും മമ്മൂട്ടി എന്ന താരം ഒരു ആവേശമാണെന്ന് ദുബായിൽ നടന്ന മമ്മൂട്ടി ഹിറ്റ് പരേഡ് തെളിയിച്ചു. ദുബായിലെ അൽ മംസ പാർക്കിലെ ഹെലിപാഡിൽ നിന്നാണ് മമ്മൂട്ടി ഹിറ്റ് പരേഡിന്റെ തുടക്കം. ഇന്ത്യൻ സിനിമയിൽ നിന്നും പറന്നിറങ്ങിയ ഒരു ഗന്ധർവനെ പോലെയാണ് മമ്മൂട്ടി അൽ മംസാർ പാർക്കിൽ പ്രത്യക്ഷനായത്. ആവേശപൂർവം തന്നെ വന്ന് പൊതിഞ്ഞ ആയിരങ്ങളുടെ മുന്നിൽ പോലീസും സെക്യൂരിറ്റിയും നിഷ്പ്രഭമായപ്പോൾ മമ്മൂട്ടിക്ക് ഒരു നിമിഷം മതിയായിരുന്നു. തൻ്റെ ശരീരഭാഷ കൊണ്ട് ഒരു മാന്ത്രികനെ പോലെ അദ്ദേഹം ആരാധകരെ നിയന്ത്രിച്ചു. മെഗാഫോണിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ ആവേശഭരിതരായ ജനക്കൂട്ടം അനുസരണയോടെയാണ് കേട്ടത്.
inshallah salam, hay wallah salam, inshallah salam, hay wallah salam, inshallah salam, hay wallah salam, inshallah salam alaikum, alaikum salam salam, salam alaikum salam, alaikum salam salam, salam alaikum, salam alaikum salam. അൽ മംസാർ പാർക്കിൽ നിന്നും മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ യാത്ര തിരിച്ചത് ഹയാത്ത് റീജൻസിയിലെ ഗലേറിയ സിനിമാ കോംപ്ലക്സിലേക്ക്. അവിടെയായിരുന്നു സ്വീകരണവേദി. കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സാംസ്കാരിക വകുപ്പിലെ ഉന്നതരുമടങ്ങിയ സദസ്സ് അദ്ഭുതാദരങ്ങളോടെയാണ് മലയാളത്തിൻ്റെ ഗന്ധർവ സാന്നിധ്യത്തെ സ്വീകരിച്ചത്. Salam alaikum, malikum salam, salam alaikum, malikum salam, salam alaikum, salam alaikum. أغراب حبايب أصحاب وليلة رينا بابي محلى الحياة لما يسول السلام صوت يا بلاد تتلبر غني افرح وعيش أعشق حب الحياة cuerpo siempre camina para mí, lo vivo todo con pasión. Salam alaikum, malikum salam, salam alaikum, salam alaikum, salam, salam alaikum, salam alaikum, alaikum salam, salam alaikum, salam alaikum, salam, salam alaikum, salam alaikum. محلى الحياة لما يسود السلام solo quiero hablar y cantar la paz. Inshallah, 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 inshallah salam, hay wallah salam, inshallah salam, hay wallah salam, inshallah salam, hay wallah salam, inshallah salam alaikum, alaikum salam salam, salam alaikum salam, alaikum salam salam, salam alaikum, salam alaikum salam, alaikum salam, salam alaikum, alaikum salam salam, salam alaikum salam.
വോട്ടർ പോലീസ് തെരുവിളി മത്സരത്തിൽ വന്നതല്ല ഇവരെ കൊണ്ടുപോകാൻ കസ്റ്റഡിയിലെടുത്ത് അക്രമികളെ എനിക്ക് വളരെ പരിചയമുള്ള സ്ഥലമാണ് ദുബായ്. And by the grace of God, I've been giving good films which you can appreciate, which you have already appreciated. And I thank you for all the love you have bestowed upon me. എല്ലാ സ്നേഹങ്ങൾക്കും എല്ലാ വാത്സല്യങ്ങൾക്കും ഏകദേശം 25 വർഷമാവുന്നു, 25 വർഷം കഴിയാറാവുന്നു ഞാൻ സിനിമയിൽ വന്നിട്ട്. ഇത്രയും കാലം നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ സിനിമകളെ ഇഷ്ടപ്പെടുകയും ഒരു പരിധിവരെ എന്നിലെ നടനെ താലോലിച്ച് വളർത്തുകയും ചെയ്ത എല്ലാ മലയാളം അറിയാവുന്ന മലയാളി സുഹൃത്തുക്കൾക്കും മലയാളി പ്രേക്ഷകർക്കും മലയാള സിനിമയുടെ ആരാധകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇതെൻ്റെ ആഘോഷമല്ല. ഞാൻ വിജയങ്ങൾ ആഘോഷിക്കില്ല, ആഘോഷിക്കാൻ ഭയപ്പെടുന്ന ഒരാളാണ്. ഒരു വിജയം ആഘോഷിക്കുന്നതോടൊപ്പം മറ്റൊരു വിജയത്തിന് വേണ്ടിയുള്ള മറ്റൊന്നുകൂടെ വിജയിപ്പിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിനിടയ്ക്ക് ഈ ആഘോഷങ്ങൾ ഞാൻ മറന്നു പോകുന്നു. പക്ഷേ എനിക്ക് വേണ്ടി നിങ്ങളെല്ലാം ആഘോഷിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഈ ഒരു സായാഹ്നം എല്ലാവർക്കും. നമ്മുടെ സ്വന്തം മമ്മൂസ്. Mum.